ഈ വചനത്തിന് എന്ത് ശക്തിയാണുള്ളത്, ഈ വചനത്തിലൂടെ എന്ത് അധികാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് വ്യക്തമായും ഇടപെടുന്നതാണ് ദൈവത്തിന്റെ വചനം. വ്യക്തിപരമായി ഇടപെടുന്നതാണ് ദൈവത്തിന്റെ വചനം. ഒരു മനുഷ്യൻ നേരെ സംസാരിക്കുന്ന പോലെ നാം ഈ വേദപുസ്തകം എടുത്ത് പ്രാർത്ഥനയോടെ വായിക്കുന്നുവെങ്കിൽ ഇതിലെ വചനങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇത് കേവലം സാധാരണ ഒരു പുസ്തകമല്ല. ഒരു നോവൽ വായിച്ചു വിടുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപുസ്തകം വായിക്കുന്ന പോലെയോ പഠിക്കുവാനുള്ളതായ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്ന പോലെയോ ഏതെങ്കിലും പ്രബന്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുക്കുകൾ വായിക്കുന്നത് പോലെയോ അല്ല ഈ ജീവന്റെ വചനം. ഈ വചനം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഈ വചനം കേൾപ്പാൻ ചെവിയുള്ളവൻ ശ്രദ്ധയോടെ കേട്ടാൽ, അതെ, നാം കേൾക്കുവാൻ ആഗ്രഹത്തോടെ കാതു കുറിപ്പിച്ചാൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ മുറിവുകളെ ഉണക്കുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അകറ്റുന്നതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിലെ നിരാശകളെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മെ ശക്തിയുള്ളതാക്കി തീർക്കും. ഈ വചനം നമുക്ക് രോഗസൗഖ്യം നൽകും. ഈ വചനം നമുക്ക് സമാധാനം നൽകും. ഈ വചനം നമുക്ക് ആശ്വാസം നൽകും. ഈ വചനം നമുക്ക് മാന്യത നൽകും. ഈ വചനത്തെ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല.